മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് ബിന്ദു. പക്ഷേ മകൾ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ബിന്ദു കുളിക്കാൻ പോകുമ്പോൾ ബിന്ദു ആ കെട്ടിടത്തിനിടയിൽപ്പെട്ട് മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ്റെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളൊക്കെ. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ചികിത്സ ഇവരെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പോയതാണ്. നിലവിലിപ്പോൾ അമ്മ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ആ വീട്ടിലുള്ളത് അമ്മ മാത്രമാണ്. കൂടാതെ നിലവിൽ മറ്റു സംസ്കാരം നാളെയോട് കൂടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ. നിലവിൽ സംസ്കാരം സംബന്ധിച്ച് നാളെയാണ് എന്നാണ് ചെലവിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ബന്ധുക്കളും മറ്റും പുറത്തു നിന്ന് എത്താറ്. അതുകൊണ്ട് തന്നെ സംസ്കാരം നാളെയോട് കൂടി നടക്കുകയുള്ളൂ. നിലവിൽ അമ്മ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഭർത്താവ് ഉൾപ്പെടെ ആശുപത്രിയിലാണ് മകൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഈ തൊട്ടടുത്ത ഇവിടുത്തെ മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ ഇന്ന് സൂക്ഷിച്ച ശേഷം നാളെ രാവിലെയോടുകൂടി 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് പൊതുദർശനവും മറ്റുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ചേച്ചി, നിങ്ങളൊക്കെ അയൽവക്ക്? ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് കടയുടെ അടുത്താണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ ഇന്നും ഒരുമിച്ച് കാണണവരാണ്. വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവണവരാണ് ഒരു സ്ഥലത്ത്. അത്ര ഒരു നല്ല ചേച്ചിയായിരുന്നു പുള്ളിക്കാരത്തി. ആരോടും ഒരു ഇതുമില്ലാത്തൊരു നല്ലൊരാളായിരുന്നു. നിങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരുമിച്ച് ഒരാഴ്ച മുമ്പ് പോയോ? എന്തായാലും ബന്ധുക്കളും അതോടൊപ്പം തന്നെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളൊക്കെയാണ്. ബന്ധുക്കളാണോ? എന്റെ ജോലി ചെയ്യുന്ന ഞങ്ങളൊന്നിച്ച് മാറിയായിരുന്നു, ചെല്ലുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഇത് കണ്ടപ്പോഴാണ്, ന്യൂസ് കണ്ടപ്പോഴായിരുന്നു. നമ്മള് വീട്ടിൽ നിന്ന് വാർത്ത കേട്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ 56 വയസ്സുള്ളതെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അത്രയും വന്നില്ല. അത് കഴിഞ്ഞപ്പം പറഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് ആളുടെ ഫോട്ടോ കാണിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇത് വന്നു, ബിന്ദു ചേച്ചിയുടെ കാര്യം. ഞങ്ങളൊക്കെ ബിന്ദു അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു അമ്മേനെ കൂട്ടി ഞങ്ങളെ സ്നേഹിക്കണ ഒരാളായിരുന്നു. വളരെയേറെ വൈകാരികൾ കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അയൽവാസികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് വാർത്തയിൽ കൂടിയാണ് പോകുന്നത്. ഒന്നും പറയാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ആശുപത്രിക്ക് മുകളുമായിട്ട് പോകുമ്പോഴൊക്കെ കണ്ടായിരുന്നു? അന്നേരം കണ്ടില്ല. ഇന്നിപ്പോ അമ്മ രാവിലെ അവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച അതൊക്കെ കണ്ടതാണ്. ചികിത്സയായിട്ട് ബന്ധപ്പെട്ടല്ലേ? പിന്നെ ഇത് ന്യൂസ് കണ്ടപ്പോ തന്നെയാണ്, ന്യൂസ് വെച്ച് നോക്കിയപ്പോഴാണ് ഭർത്താവിന്റെ പേര് ഇവിടെ ഈ കോട്ടയം ജില്ലയിൽ ഒരാട് വിശ്രുതം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിനെ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പിന്നെ ഞങ്ങൾ TV വെച്ച് നോക്കിയപ്പോ തന്നെ പുള്ളിക്കാരനെ കണ്ടു, കൊച്ചിനെ കണ്ടപ്പോ പിന്നെ ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങളിവിടെ ഓടി വന്നപ്പോ അമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങാതെ ഞങ്ങൾ പുറം വഴിയെല്ലാം നടക്കുമായിരുന്നു. ബന്ധുക്കളും മറ്റൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഇവിടെ അടുത്തൊക്കെ ഉണ്ട്. ഇവിടെ അനിയനുണ്ട്, അടുത്ത് താമസിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് എല്ലാവരും ഇപ്പൊ മകളിപ്പോ തിരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ അനിയത്ത് ചേച്ചിയുണ്ടല്ലേ? ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പൊ ഒരു ചേച്ചി. ഒരു 4 പേരായിരുന്നു. ഒരാൾ മരിച്ചുപോയി, ഒരാങ്ങളെ മരിച്ചു. ഇപ്പൊ ഒരു ചെടുത്തി അനിയത്തിയും ഒരാങ്ങളെയും ഉണ്ട്. ഇവരിവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. അമ്മയൊക്കെ അറിയുന്നതാണോ? ഇല്ല, ഞങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണല്ലോ ഇവിടെ. ഇപ്പൊ കുറെ ആയിട്ട് എനിക്ക് വയ്യാഞ്ഞ കാരണം ഞാനും വന്നില്ല. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കടീന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്റെ കാലിന് മരവിപ്പ്, വീഴ്ച, അതൊക്കെ കാരണം ഞാൻ അധികം എങ്ങും പോണില്ല. ഇവിടുത്തെ ഇപ്പോൾ നാട്ടുകാരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രധാനമായിട്ടും ഈ ബന്ധു അമ്മ എന്നാണ് വിളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ച് വലിയൊരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. പക്ഷേ മകളുടെ ചികിത്സയ്ക്ക് കൂടെ പോയ ആ ആശുപത്രിയുടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അതിൽ പെട്ടു എന്നത്